ബോർഡിനോട് എന്താ പറയാ? വക്കബോർഡ് ഊളന്മാര് അവന്മാരെ ആരും മൈൻഡ് ചെയ്യാൻ. വക്കബോർഡ് ആരുടെ വക്കബോർഡ്? ഭരണഘടനയ്ക്ക് മുകളിൽ വക്കബോർഡോ? അതൊക്കെ എടുത്ത് പള്ളക്കളയും ഞങ്ങൾ. 40 സെക്ഷൻ അതൊക്കെ പാർലമെന്റ് എടുത്ത് പള്ളക്കളയാൻ പോവാ ഞങ്ങള്. ധൈര്യമായിട്ടോടെ ഒന്നും പേടിക്കണ്ട. ശരീഅത്ത് ആരുടെ ശരീഅത്ത്? എന്നാ നിയമം? ഇതൊന്നും ശരിയല്ല. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഭാരതമാണ്. ഈ ഭാരതത്തിൽ ഹൈന്ദവ രാഷ്ട്രമാണ് ഇത്. ഞാൻ ഒളിച്ചു വെക്കാതെ പറയാം. ഞാനിവിടെ നിൽക്കുന്ന വർത്തമാനം പറഞ്ഞ് ക്രിസ്ത്യാനിയാണ്, പക്ഷെ ഞാൻ ഹൈന്ദവനാണ്. ഹിന്ദു സംസ്കാരമാണ് ഭാരതത്തിൻ്റെത്. ആ സംസ്കാരം ഇട്ടേച്ച് പേർഷ്യൻ സംസ്കാരമായിട്ട് ഇവിടെ ഓരോരുത്തരൊക്കെ വനീകർ വന്നിട്ട് ഭരിക്കാൻ വന്നാൽ സമ്മതിക്കുന്നു, അടിച്ചിറക്കും. മനസ്സിലായില്ലേ? ഭരണഘടന ബഹുമാനിച്ചു പോകുന്നവരെ ഇവിടെ മതി. ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്. ആ ബഹുമാനിക്കാത്ത ഒരുത്തനെ ഇന്ത്യക്കകത്ത് നിർത്താൻ പാടില്ല. ആ ട്രംപും കൂടെ അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ട്രംപിനെ എല്ലാം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അതുകൊണ്ട് അതുകൂടെ പറയാം. ആ ബോർഡിനോട് എന്താ പറയാ? വക്കബോർഡ് ഊളന്മാര് അവന്മാരെ ആരും മൈൻഡ് ചെയ്യാൻ. വക്കബോർഡ് ആരുടെ വക്കബോർഡ്? ഭരണഘടനയ്ക്ക് മുകളിൽ വക്കബോർഡോ? അതൊക്കെ എടുത്ത് പള്ളക്കളയും ഞങ്ങൾ. 40 സെക്ഷൻ അതൊക്കെ പാർലമെന്റ് എടുത്ത് പള്ളക്കളയാൻ പോവാ ഞങ്ങള്. ധൈര്യമായിട്ടോടെ ഒന്നും പേടിക്കണ്ട. ശരീഅത്ത് ആരുടെ ശരീഅത്ത്? എന്നാ നിയമം? ഇതൊന്നും ശരിയല്ല. ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഭാരതമാണ്. ഈ ഭാരതത്തിൽ ഹൈന്ദവ രാഷ്ട്രമാണ് ഇത്. ഞാൻ ഒളിച്ചു വെക്കാതെ പറയാം. ഞാനിവിടെ നിൽക്കുന്ന വർത്തമാനം പറഞ്ഞ് ക്രിസ്ത്യാനിയാണ്, പക്ഷെ ഞാൻ ഹൈന്ദവനാണ്. ഹിന്ദു സംസ്കാരമാണ് ഭാരതത്തിൻ്റെത്. ആ സംസ്കാരം ഇട്ടേച്ച് പേർഷ്യൻ സംസ്കാരമായിട്ട് ഇവിടെ ഓരോരുത്തരൊക്കെ വനീകർ വന്നിട്ട് ഭരിക്കാൻ വന്നാൽ സമ്മതിക്കുന്നു, അടിച്ചിറക്കും. മനസ്സിലായില്ലേ? ഭരണഘടന ബഹുമാനിച്ചു പോകുന്നവരെ ഇവിടെ മതി. ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട്. ആ ബഹുമാനിക്കാത്ത ഒരുത്തനെ ഇന്ത്യക്കകത്ത് നിർത്താൻ പാടില്ല. ആ ട്രംപും കൂടെ അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ട്രംപിനെ എല്ലാം അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അതുകൊണ്ട് അതുകൂടെ പറയാം. ആ